ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഒരു ഫെലനോപ്സിസ് ചെടിയാണ്. എൻ്റെ ഒരേ ഒരു ഫെലനോപ്സിസ് ചെടി. ഇത് ഏകദേശം ഒരു 14 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. നിങ്ങൾ വിചാരിക്കരുത് ഈ ചെടി കണ്ടിട്ട് ഇതിന് 14 വർഷത്തെ പഴക്കമാണ്. അല്ലല്ല, ഇതിൻ്റെ അമ്മയും അമ്മമ്മയും അമ്മമ്മയുടെ അമ്മയും ഒക്കെ ഓരോ വീടുകളിലുണ്ട്. ഇത് അവരുടെ ബേബിയാണ്. എനിക്ക് ഫെലനോപ്സിസ് വളർത്തുന്ന ഒരു പേടിയായിരുന്നു. കാരണം ഇത് അങ്ങ് കേടായി പോവോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ വാങ്ങിക്കാതിരുന്നതാണ്. ഒരു എക്സിബിഷൻ പോയപ്പോൾ കണ്ടാൽ വാങ്ങിക്കാതിരിക്കാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ട് നിന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെടി വാങ്ങിച്ചത്. കുറേ നാളത് മങ്ങി ഉണങ്ങിയും ഒക്കെ പോവുകയും ഒക്കെ ചെയ്തു. പിന്നെയും കിളുത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തു. അതിനുശേഷം ഈ നമ്മുടെ സ്പൈക്ക് കട്ട് ചെയ്യാതിരുന്നാൽ ചില സമയങ്ങളിൽ അതിനകത്ത് തൈകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു തൈയാണ് ഇത്. ഇതിപ്പം എന്നും പൂക്കളാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ആ സ്പൈക്ക് മുറിക്കാതിരുന്നത് കൊണ്ട് ഇതിനകത്തുനിന്ന് 2-3 സെറ്റ് കുലകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അതിൻ്റെ ഉണങ്ങിയ സ്പൈക്കാണ്. ഇത് വേറൊരു ഫ്ലവർ ഉണ്ടായതാണ്, പുതിയ സ്പൈക്കാണിത്. ഇതും ഒരു പുതിയ സ്പൈക്കാണ്. ഈ ഫ്ലവർ വിരിഞ്ഞേക്കുന്നതും ഒരു പുതിയ സ്പൈക്കാണ്. ഈ ഈ നേരത്തെ പിടിച്ച ഈ സ്പൈക്കിലുണ്ടായത് ചെറിയ ഫ്ലവേഴ്സൊക്കെ ആയിരിക്കും, എന്നാലും നിറയെ മുട്ടുകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കയറുകളൊക്കെയാണ് കൂടുതലും എൻ്റെ വീഡിയോയിൽ കാണുന്നത്. ഞാൻ തന്നെ ഇട്ടെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അതത്ര മനോഹരമാകുന്നില്ല. ഓക്കെ, ഇത് ഇപ്പോൾ ഏത് സാഹചര്യത്തിലും വളരാൻ ഇത് ശീലിച്ചു. മഴയെന്നോ വെയിലെന്നോ ഒന്നും അതിന് പ്രശ്നമല്ല. ഇത്രയും വർഷത്തെ പഴക്കമില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഇപ്പം മഴയത്തെടുത്ത് സൂക്ഷിക്കുകയൊന്നും വേണ്ട. അത് പെട്ടെന്നങ്ങ് വളർന്ന് പൊക്കോളും. അല്ല, പെട്ടെന്ന് വളരുകയല്ല, നല്ലതുപോലെ വളരും. അത് ചീഞ്ഞ് പോകത്തൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഇതുമായിട്ട് ശീലമായി. നോക്കി, നല്ല വെള്ള കളറിലെ പൂക്കളാണ്. നല്ല രസമില്ലേ കൂട്ടുകാരെ എൻ്റെ ഈ ഫെലനോപ്സിസ് ചെടി കാണാൻ? എൻ്റെ പൂവും